എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. വാഴക്കൂമ്പ് കൊണ്ടുള്ള മസാലക്കറിയാണ് ഇന്നത്തെ റെസിപ്പി. വാഴക്കൂമ്പ് കൊണ്ട് സാധാരണ നമ്മൾ തയ്യാറാക്കി എടുക്കാറുള്ളത് തോരനാണല്ലേ. അപ്പോൾ ഇതുപോലൊരു മസാലക്കറി തയ്യാറാക്കി നോക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ചോറിൻ്റെ കൂടെയും അതുപോലെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന അതീവ രുചിയിൽ തയ്യാറാക്കിയെടുത്ത കറിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുത്തിരിക്കുന്നതെന്ന് കണ്ടു നോക്കൂ. വാഴക്കൂമ്പ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മളിതിന് കൊടപ്പനെന്നും വാഴക്കൂമ്പെന്നും പറയാറുണ്ട് കേട്ടോ. ഓരോ നാട്ടിലും ഓരോ പേരാണ്. അപ്പോൾ നമ്മൾ ഇതുകൊണ്ടൊരു തോരൻ റെസിപ്പി ഇതിന് മുൻപും ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ. അതിൻ്റെ ഒരു 3-4 എതൾപ്പ് ഞാനൊന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് കട്ട് ചെയ്ത് നമുക്ക് എടുക്കണം. സാധാരണ ഈ ഒരു വാഴക്കൂമ്പ് ചിലതെടുക്കുമ്പം തോരനൊക്കെ തയ്യാറാക്കി എടുക്കുമ്പം ഒരു കയ്പ്പ് രസം വരാറുണ്ട്. അപ്പോൾ ആ ഒരു ചവർപ്പ് ഇല്ലാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വാഴക്കൂമ്പ് എടുത്തിട്ട് അതൊന്ന് കട്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ ഒരു കട്ടിയുള്ളൊരു ഭാഗം ഉണ്ടാവും, അതങ്ങ് കളഞ്ഞെടുത്താൽ മതി. പിന്നെ നമ്മൾക്ക് ഇതിന് കയ്പ്പ് രസമോ ചവർപ്പോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇത് അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. ഇനി ഇതൊന്ന് അരിഞ്ഞെടുക്കണം. സാധാരണ നമ്മൾ തോരന് തയ്യാറാക്കി എടുക്കുന്നത് പോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല. അത്യാവശ്യം കുറച്ച് വലിപ്പത്തിൽ തന്നെ അരിഞ്ഞെടുത്തോളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും ആരും മറന്നു പോരുത് കേട്ടോ. നമ്മൾ ഈ രീതിയിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതൊരു പാത്രത്തിനകത്തേക്ക് എല്ലാം ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചിട്ട് ഒന്ന് തിരുമ്മി വയ്ക്കണം. സാധാരണ നമ്മൾ ചെയ്യാറുണ്ട്, ആ ഒരു കറ പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിത് നല്ലപോലെ ഒന്ന് തിരുമ്മി യോജിപ്പിക്കുന്നുണ്ട്. ഒരുപാട് സമയമൊന്നും റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒരു 5 മിനിറ്റ് അത്രയും മതി. ഇനി നമ്മൾക്ക് കറി തയ്യാറാക്കിയെടുക്കാം. ഞാൻ സ്റ്റവ് ഓൺ ചെയ്തിട്ട് ഒരു മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചേർത്ത് കൊടുത്തത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണയിൽ തയ്യാറാക്കിയെടുക്കുമ്പോഴാണ് കുറച്ച് ടേസ്റ്റൊക്കെ കിട്ടുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം അതിനകത്തേക്ക് കുറച്ച് നാളികേരത്തിൻ്റെ കൊത്ത് ചേർത്ത് കൊടുക്കുക. നാളികേര കൊത്തൊക്കെ ചേർത്തിട്ട് ഈ ഒരു മസാല തയ്യാറാക്കിയെടുക്കുമ്പോൾ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നാളികേരത്തിൻ്റെ കൊത്ത് ഈ സമയത്ത് ഒരുപാട് ഫ്രൈ ആക്കി എടുക്കേണ്ട. നമുക്കിനി കുറച്ച് സാധനങ്ങൾ കൂടി ചേർക്കാനുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് ഒന്നും കൂടി ഫ്രൈ ആയി വന്നോളും. ഈ ഒരു പാകമാകുമ്പം ഇതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഒരു 4 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും നന്നായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ചതച്ചെടുത്ത് ചേർക്കാം കേട്ടോ, അങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല. അതും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി യോജിപ്പിച്ച് കൊടുക്കുക. ഈ സമയത്ത് തീ നല്ലപോലെ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കുക. ഇനി നമ്മൾക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചെറിയുള്ളിയാണ്. ചെറിയുള്ളി ഞാനൊരു 15-20ഓളം ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതായിട്ടൊന്ന് വഴറ്റി യോജിപ്പിച്ച് കൊടുക്കുക. ആ ചെറിയുള്ളിയുടെ കളറൊക്കെ നല്ലപോലെ ഒന്ന് മാറി കിട്ടണം. ഇപ്പം ചെറുതായിട്ട് ചെറിയുള്ളിയുടെ ആ ഒരു നിറമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഒരു പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പച്ചമുളകൊക്കെ ഓരോരുത്തരുടെ എരിവിന് ആവശ്യമുള്ളത് ചേർത്ത് കൊടുക്കുക. അതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റി യോജിപ്പിച്ച് കൊടുക്കുക. ഉപ്പ് നമ്മൾ ഇതുവരെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു സമയത്ത് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്നും കൂടി ഒന്ന് വഴറ്റി കൊടുക്കുക. ഇപ്പോൾ ചെറിയുള്ളിയുടെ കളറൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മുളക് പൊടി വളരെ കുറച്ച് ഇപ്പോൾ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. കുറച്ചും കൂടി നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാനുള്ളതാണ്. അതുപോലെ തന്നെ മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് മസാലയാണുള്ളത് അത് ചേർത്ത് കൊടുത്തോളൂ. എന്നിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. നമ്മൾ ചേർത്ത് കൊടുത്ത പൊടികളുടെ ആ ഒരു പച്ച മണമൊക്കെ മാറുന്നത് വരെ നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. തീ നന്നായിട്ട് കുറച്ച് വയ്ക്കണം കേട്ടോ, അല്ലെങ്കിൽ പൊടിയൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി നമ്മൾക്കിതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വാഴക്കൂമ്പ് ചേർത്ത് കൊടുക്കുക. വാഴക്കൂമ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ആ പൊടികളൊക്കെ നമ്മുടെ ആ ഒരു വാഴക്കൂമ്പിലേക്ക് നല്ലപോലെ പിടിക്കണം. അതിന് വേണ്ടിയിട്ടാണ്. വീഡിയോ കണ്ടു കഴിയുമ്പം റെസിപ്പി ഇഷ്ടമായാൽ ഫ്രണ്ട്സിന് റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുക്കണേ. ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെച്ചോളൂ കേട്ടോ. അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഇപ്പം നല്ലപോലെ നമ്മൾ 1-2 മിനിറ്റ് എടുത്തിട്ട് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. നമ്മുടെ ഈ വാഴക്കൂമ്പ് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം, ഒരുപാട് വെള്ളം കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ വളരെ കുറച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഞാനൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യണം. ഞാനതൊന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിവിടെ ഇരുന്ന് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു സാധനം ഒന്ന് വറുത്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊന്ന് സ്റ്റൗവിലേക്ക് ഒരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചേർത്ത് കൊടുത്തത് വെളിച്ചെണ്ണയാണ്. വളരെ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താൽ മതി. നമുക്ക് കുറച്ച് നാളികേരം ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് നാളികേരമൊന്നും ഈ ഒരു കറിയിലേക്ക് വേണ്ട. വളരെ കുറച്ച് നാളികേരം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ
മുളക് പൊടി വളരെ കുറച്ച് ചേർത്താൽ മതി എന്ന് ഞാൻ പറഞ്ഞത്. നമുക്ക് നാളികേരത്തിൻ്റെ കൂടെ കുറച്ച് മുളക് പൊടി ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കേണ്ടതുണ്ട്. ഇനി ചേർത്ത് കൊടുക്കേണ്ടത് ഇതാ കുറച്ച് കുരുമുളകാണ്. ഒരുപാട് കുരുമുളകൊന്നും എടുത്തിട്ടില്ല. ഇനി കുരുമുളക് പൊടിയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ ആ കറിയിലേക്ക് ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുത്തോളൂ. ഇതാ ഇതിപ്പോൾ നിറമൊക്കെ നല്ല പോലെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതാ കുറച്ചും കൂടെ മുളക് പൊടി ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ അത്രേ എടുത്തിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് ഇതാ നല്ലപോലെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വറുത്തെടുക്കണം കേട്ടോ. ഇനി നമ്മൾക്ക് ഇത് നല്ലപോലെ ഒന്ന് ആറിയതിന് ശേഷം അരച്ചെടുക്കുക. അപ്പോൾ ഇതൊന്ന് അരച്ചെടുത്തിട്ട് ഞാൻ വരാം. ഈ സമയം കൊണ്ട് നമ്മൾ വേവാൻ വച്ചിരിക്കുന്ന വാഴക്കൂമ്പ് നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് സമയമൊന്നും എടുത്തില്ല. ഒരു 5 മിനിറ്റിനുള്ളിൽ നമുക്കിത് നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. കുട്ടികളൊക്കെ സാധാരണ ഈ വാഴക്കൂമ്പ് കഴിക്കാനായിട്ട് കുറച്ച് മടി കാണിക്കും. തോരനൊക്കെ തയ്യാറാക്കി കൊടുത്ത വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണിത്, എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇതുപോലെയൊക്കെ തയ്യാറാക്കി കൊടുത്തു നോക്കൂ കേട്ടോ. ഇതാ നാളികേരം അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു കറിയിലേക്ക് നാളികേരം അരയ്ക്കുമ്പം ഒരുപാട് അങ്ങ് അരയ്ക്കരുത്. നമ്മൾ തീയലിനൊക്കെ അരയ്ക്കണ പോലെ പേസ്റ്റ് പോലെ അരയ്ക്കണ്ട കേട്ടോ. ഒന്ന് കുറച്ചൊരു തരി പോലെ വേണം, ആ രീതിയിൽ വേണം അരച്ചെടുക്കാനായിട്ട്. എന്നിട്ട് ഇത് അതും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇതാ ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ നാളികേരം അരച്ച മിക്സിയുടെ ജാറിനകത്തേക്ക് ലേശം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമ്മൾക്കിനി ഇത് അടച്ചു വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് ഇത് നല്ലപോലെ തിക്കായി പോവും. അപ്പോൾ കുറച്ചൊരു ഗ്രേവി ടൈപ്പിലാണ് ഞാൻ എടുക്കുന്നത്. ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റണമെങ്കിൽ കുറച്ചൊരു ഗ്രേവി വേണമല്ലോ. അപ്പോൾ ഇതാ ഇനി നമ്മൾക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം. ഒരുപാട് സമയമൊന്നും വേണ്ട. നാളികേരമൊക്കെ നമ്മൾ വറുത്തെടുത്തതാണ്. ഒരു 3 മിനിറ്റ് അത്രേ ആവശ്യമുള്ളൂ. അപ്പോൾ ഇതൊരു 3 മിനിറ്റ് കൊണ്ട് നാളികേരമൊക്കെ നന്നായിട്ട് അതിനകത്തേക്ക് യോജിച്ച് കിട്ടിയിട്ടുണ്ട്. വളരെ രുചികരമായിട്ടുള്ളൊരു മസാലക്കറിയാണ് കേട്ടോ. ശരിക്കും നമ്മൾ ഈ കറി റെഡിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് വാഴക്കൂമ്പ് കൊണ്ട് തയ്യാറാക്കിയെടുത്തതാണെന്ന് പറയേയില്ല. ശരിക്കും മഷ്റൂം മസാലയൊക്കെ തയ്യാറാക്കി എടുക്കൂലേ, അതേ ഒരു ടേസ്റ്റിലാണ് നമ്മൾക്കിത് ഇത് കിട്ടുക. കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടും. ലഞ്ച് ബോക്സിലൊക്കെ അവർക്ക് കൊടുത്തുവിടാൻ പറ്റുന്ന റെസിപ്പിയാണ്. എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്കിത് ഈ ഒരു മസാല കഴിക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ തയ്യാറാക്കി നോക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. കുറച്ച് കറിവേപ്പില ഞാൻ ചേർത്ത് കൊടുക്കണമെങ്കിൽ വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുക അതിൻ്റെ മുകളിലോട്ട്. വെളിച്ചെണ്ണ ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. ഇതാ ഇത്രയേ ഉള്ളൂ, നമ്മുടെ വാഴക്കൂമ്പ് മസാല ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. തയ്യാറാക്കി നോക്കൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി തന്നെയാണ്. മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. Thank you.